അടുത്തതായി കാർത്തിക നക്ഷത്രത്തിന്റെ ഫലം നോക്കാം. മേടക്കൂറിലെ കാർത്തിക നാളുകാർക്ക് ഇപ്പോഴത്തെ ശനിമാറ്റം മൂലം 7.5 ശനിക്കാലം തുടങ്ങുകയാണ്. ഇടവക്കൂറിലെ കാർത്തിക നാളുകാർക്ക് ശനിമാറ്റം 11ാം രാശിയിൽ ആവുകയാൽ അത്യന്തം ഗുണകരവുമാണ്. മേടക്കൂറിൽ ജനിച്ചവർ പഠനം, ജോലി ഇവയ്ക്കായി അന്യദേശത്ത് പോകാൻ ഇടയുണ്ട്. നാട്ടിൽ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ലാത്ത ഷിഫ്റ്റ്, പ്രൊമോഷൻ കിട്ടാതിരിക്കൽ, വേതന വർധനവ് ഉണ്ടാവാതിരിക്കുക എന്നിവ സാധ്യതകളാണ്. തൊഴിലിൽ അലച്ചിലേറുന്നതിന് സാഹചര്യം ഉണ്ടാവും. സ്വന്തം ബിസിനസിനോട് താല്പര്യം കുറയുന്നതാണ്. ഇടവക്കൂറിലെ കാർത്തിക നാളുകാർക്ക് ആദായമാർഗം വിപുലീകരിക്കാൻ കഴിയുന്ന കാലമാണ്. പദവി ഉയരും, സാമൂഹ്യ അംഗീകാരം കിട്ടും, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉന്നതിയിലെത്തും, അവിവാഹിതർക്ക് വിവാഹ സാഫല്യം പ്രതീക്ഷിക്കാം, കൂടുതൽ പ്രതിഫലമുള്ള ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. അടുത്തതായി രോഹിണി നക്ഷത്രത്തെ ശനിയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. രോഹിണി നക്ഷത്രത്തിന് ശനിമാറ്റം 11ാം രാശിയിലേക്കാണ്. തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ മികച്ച സ്വീകാര്യത ലഭിക്കും. സമുന്നതമായ പദവികൾ അനായാസം കൈവരും. വിദ്യാർത്ഥികൾക്ക് പ്രശസ്തമാം വിധം പഠനത്തിൽ മുന്നേറാൻ സാധിക്കുന്നതാണ്. തൊഴിൽ രഹിതർക്ക് ജോലി ലഭിച്ചേക്കാം. ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയുടെ കാലമാണ്. മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും അസൂയാർഹമായ വിജയം നേടും. അവിവാഹിതർക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ സന്ദർഭം ഒത്തുവരുന്നതാണ്. പൈതൃക സ്വത്തുക്കളിൽ നടക്കുന്ന വ്യവഹാരം അനുകൂലമായ വിധിയിൽ പര്യവസാനിക്കും. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സാ മാറ്റം ആശ്വാസമേകും. ഗൃഹനിർമ്മാണം പൂർത്തിയായി കയറി താമസിക്കാൻ സാധിക്കുന്നതാണ്. കടബാധ്യതകൾ ഏറെയും പരിഹരിക്കാൻ കഴിഞ്ഞേക്കാം. ഓം നമഃ ശിവായ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.